എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 30-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലൂടെയാണ്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അപ്പം നമ്മളെ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ആലോചിക്കുമ്പം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, ഒരർത്ഥമില്ലല്ലോ, എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് എല്ലാം നിരാശയിൽ അസ്തമിക്കുന്ന ജീവിതങ്ങളുണ്ട് അല്ലേ. ചിലപ്പോൾ അതൊരു വേർപാടിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ജോലി ശരിയാവാത്തതായിരിക്കും, വിവാഹം ശരിയാക്കാത്തതായിരിക്കും, കുഞ്ഞുങ്ങളില്ലാത്തതായിരിക്കും. അപ്പോൾ എന്തിനൊക്കെയോ ഓർത്ത് നമ്മൾ കണ്ടമാനം വിഷമിക്കുന്ന അവസ്ഥകൾ വരും അല്ലേ. അപ്പം ഈശോ പറയുന്നു, നമ്മൾ ഈശോയിൽ ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ വിലാപത്തെ, നമ്മൾ അനുഭവിക്കുന്ന ഈ സങ്കടത്തെ ഒരു നൃത്തമാക്കി മാറ്റാൻ, അതായത് നമ്മളെന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അതിന്മേൽ പ്രവർത്തിച്ച് നമ്മുടെ അവസ്ഥയെ മാറ്റി അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കും? ഈശോയ്ക്ക് സാധിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു വ്യക്തി പറയുകയുണ്ടായി, ഞാൻ ഇത്രയും നാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, കുറേ കാര്യങ്ങളൊക്കെ, ഞാൻ അത്യാവശ്യം വിശ്വാസത്തിലുള്ള ഒരാളുമായിരുന്നു, എൻ്റെ കുടുംബത്തെ അങ്ങനെ കൊണ്ടുപോയി എന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായ കുടുംബത്തിലൊരു പ്രതീക്ഷിക്കാത്ത ഒരു രോഗം കടന്നു വന്നപ്പോൾ ആ വ്യക്തി പറയുകയുണ്ടായി, ഇനി എനിക്ക് പ്രാർത്ഥനയൊന്നും വേണ്ട, അതിനകത്തൊന്നും ഒരു കാര്യമില്ല, കാരണം ഞാൻ ഒത്തിരി ദൈവത്തെ വിളിച്ചു, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന്. പക്ഷെ നമ്മൾ ആ വ്യക്തിയോട് നമുക്ക് പറയാനുള്ളത്, ശരിയാണ്, നമ്മുടെ ജീവിതത്തിലൊരു വല്ലാത്തൊരു നിമിഷം വരുമ്പോൾ നമുക്ക് ഓർത്തു പോകും, എന്തിന് ഞാൻ പ്രാർത്ഥിച്ചു, എന്തിന്. പക്ഷെ ആ ഒരവസ്ഥയിലും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ മക്കളുടെ ജീവിതത്തിൽ എന്ത് സാധിപ്പിക്കും? അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. അപ്പം പലർക്കും, ഡോക്ടേഴ്സിന് ചിലപ്പോൾ വൈദ്യശാസ്ത്രം വിധി എഴുതിയതിനെ ഏറ്റവും വലിയവനായ വൈദ്യൻ ആരാണ്? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അത് ഈശോ തന്നെയാണ് ഏറ്റവും വലിയവൻ. രക്തസ്രാവക്കാരിയെയും മുടന്തനെയും കുരുടനെയും അന്ധനെയും എല്ലാവരെയും സുഖപ്പെടുത്തിയവൻ്റെ ആ കരം നമ്മുടെ മേൽ തൊട്ടാൽ ഏതസുഖവും ഭേദമാകും, ഏതസുഖവും സൗഖ്യമാകും. ആ ഒരു കരത്തോളം വലുതല്ല വേറെ ഏതൊരു വലിയ പ്രശസ്തനായ ഡോക്ടറിൻ്റെ കരവും. നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല നൃത്തത്തെ തരുമെന്ന് ഈശോ പറയുന്നു. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. എനിക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ കൂട്ടുകാർ, ഇപ്പോൾ പോകുന്നത്, പിന്നെ കാണാം. ബായ്.